ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിയോഗം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കിട്ടും, നാളെ കിട്ടും, സമയത്തെയൊക്കെ തരും എന്നൊക്കെ ചിന്തിച്ച് ഓരോ നാളും ഇങ്ങനെ പ്രിപ്പയർ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃത്യസമയമാകുമ്പോൾ കർത്താവ് അതിനുള്ള വഴികളും വഴിച്ചാലുകളും ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ സൺഡേയിലും ഓരോ തീമുകളുണ്ട്. നമ്മുടെ ഞായറാഴ്ചകളിൽ ഹല്ലേലൂയ വ്യക്തമായി ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് ലളിതമായി പറയാം. ഓരോ ഞായറാഴ്ചയും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവദാസന്മാർ നൽകി തരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നത് എന്നോടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങളിൽ ഫിനാൻഷ്യലായിട്ട് ആരെങ്കിലും ക്രൈസിസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള ദൂതായിരിക്കും ചില ഞായറാഴ്ചകളിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഞായർ ഉള്ളതെന്ന് പറയുന്നത് ചില രോഗസൗഖ്യം ഇതിൻ്റെ അകത്ത് കർത്താവിന് ചെയ്യുവാനുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വലിയൊരു രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരോട് കർത്താവ് അടുത്ത് വന്ന് പറയുകയാ, ഞാൻ പൂർണ്ണമായി ഒരു വിടുതൽ നൽകും, ഞാൻ പൂർണ്ണമായി നിന്റെ അടുത്ത് വരും, ഞാൻ നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തന്റെ നാമം വാഴ്ത്തപ്പെടുവാനായിട്ട് ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ ഇവിടെയുണ്ട്. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ട വിശേഷങ്ങൾക്കൊക്കെ പരിമിതി കൊടുത്തുകൊണ്ട് തന്നെ വചനചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുന്നു. വേഗം ചില അധ്യായങ്ങൾ, ചില വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വേദശകലം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. രോഗി അവനോട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ ഇത് ചിന്തിക്കാൻ പോകുകയാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്താണോ നമ്മളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്, പ്രൈസ് ദി ലോർഡ്, അത് ഇന്ന് വ്യക്തമായി നമ്മളോട് സംസാരിക്കാൻ തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി ചിന്തകൾ എന്റെ ചിന്താമണ്ഡലത്തിലേക്ക് വന്നു. എന്നാൽ കർത്താവ് ഇന്ന് എന്നെ പുഷ് ചെയ്തത് ഈ വാക്യം, ഈ അധ്യായം എടുക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ചിലർക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ദൂതൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നത് ചില കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ടാർഗറ്റ് ചെയ്ത് ദൈവത്തിന്റെ ദൂതൻ ഇന്ന് ഇറങ്ങി വരാൻ പോകുകയാണ്. ചില രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ആഗ്രഹിക്കുന്നു, ഇവരെ ഒന്ന് സൗഖ്യപ്പെടുത്തണം. ഇന്നത്തെ അത് നടക്കാൻ പോകുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. അല്പസമയം ദൈവത്തോട് സംസാരിച്ചാട്ടെ. കർത്താവേ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ചിന്തയാൽ വന്നതല്ല, പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതാണ്. എന്റെ ബുദ്ധിയാൽ ഞാൻ ചിന്തിച്ചു വന്നതല്ല, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നതാണ്. ഈ വർഷം തീരുന്നതിന് മുൻപ് ഒത്തിരി പേർ പൊലിഞ്ഞു പോയതാണ്, അതെന്റെ കണ്ണുകൾ ഞാൻ കണ്ടതാണ് കർത്താവേ. എന്നാൽ എന്നെ നിർത്തിയത് ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, അത് നിവർത്തിച്ചെടുക്കുവാനാണ് എന്നറിയുന്നവർ അല്പസമയം അതരങ്ങളെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. മനുഷ്യരോടല്ല നിങ്ങൾ സംസാരിക്കുന്നത്, സർവശക്തിയുള്ള ദൈവത്തോടാണ്. ഇന്ന് പകൽ മനുഷ്യരോട് ആരും സംസാരിക്കുവാൻ വന്നിട്ടില്ല. അതരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എന്റെ ദൈവത്തോട് എന്റെ വിഷയങ്ങൾ കൈമാറ്റം ചെയ്യുവാനാണ്. എന്റെ ദൈവത്തോട് എന്റെ പരാതികൾ കൈമാറ്റം ചെയ്യുവാനാണ്. എന്റെ ദൈവത്തോട് ഞാൻ ആത്മാവിൽ സംസാരിക്കുവാനാണ്. ഒന്നും കൂടെ ഞാൻ ദൈവസന്നിധിയിൽ തകരുവാനാണ്. ഞാൻ ഒന്നും കൂടെ ദൈവസന്നിധിയിൽ ഉടയാൻ പോകുകയാണ്. കർത്താവ് എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ. അതരങ്ങളെ തുറന്ന് ആമേൻ പറഞ്ഞാട്ടെ. കർത്താവേ, ഒരു രോഗസൗഖ്യമാണെങ്കിൽ ഇന്ന് എന്റെ ജീവിതത്തിൽ അത് സൗഖ്യമാക്കട്ടെ. കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഒരു അത്ഭുതമാണെങ്കിൽ ഇന്ന് പകൽ അത് ദൈവം ചെയ്തെടുക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയോ എന്റെ കുടുംബ ജീവിതത്തിൽ ചെയ്യുവാനുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് ചെയ്തെടുക്കട്ടെ. മറ്റു ആൾക്കാരോട് പറയുവാൻ കഴിയാത്തത്, സഹോദരങ്ങളോട് പറയുവാൻ കഴിയാത്തത്, ബന്ധുമിത്രാദികളോട് പറയുവാൻ കഴിയാത്തത്, കർത്താവേ, ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഇന്ന് പകൽ ഞാൻ പരമേൽപ്പിക്കാൻ പോകുകയാണ്. Our Father in heaven, thank you and praise you for this blessed day, Lord. We taking all the honor and giving to you, Lord. Bless each and everyone together, and we keep the wings in the mighty army, Lord. Bless together in the name of Jesus Christ we pray. Amen. Praise the Lord. Hallelujah. വായിച്ച വാക്യം ഇങ്ങനെയാണ്. ദൈവത്തിന്റെ ദൂതൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. Praise the Lord. Hallelujah. ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു കുളത്തിന്റെ അടുത്ത്
എബ്രായ പേരിൽ അറിയപ്പെടുന്ന ഈ കുളത്തിന്റെ അടുത്ത് ഒത്തിരി രോഗികൾ കിടപ്പുണ്ട്. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ അതത് സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അവിടെ വായിക്കുമ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: അതത് സമയത്ത്. പർട്ടിക്കുലർ ആയ ഒരു സമയം പറഞ്ഞാൽ ആ സമയത്തിൽ വന്ന് ചാടാൻ വേണ്ടി ഒത്തിരി പേർ തയ്യാറെടുത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന സമയമാണ് ദൂതൻ വരുന്നതെന്ന് അറിഞ്ഞാൽ ചിലർ അതിനു വേണ്ടി തയ്യാറെടുത്ത് ആ ടൈമിൽ വന്ന് ചാടി രക്ഷപ്പെടാൻ, സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അതത് സമയത്ത് വന്ന് ഈ കുളം കലക്കും. ഈ കുളം കലക്കുമ്പോൾ അതിനകത്ത് ആദ്യം ആരാണോ ചാടുന്നത്, ഇത് നോക്കിയിരിക്കുക ആൾക്കാര്, എപ്പോഴാണ് ഈ കുളം ഒന്ന് കലങ്ങുന്നത്, അതിന്റെ വെള്ളത്തിന്റെ രൂപഗുണം മാറുമ്പോൾ, ഇല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ഓളത്തള്ള് ഒന്ന് സ്പീഡാകുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകലും നാം ചിന്തിക്കാൻ പോകുന്ന വേദ തിരുവെഴുത്ത് ഇങ്ങനെയാണ്: ഇതാ ഏതാണ് ഈ അതത് സമയം? ആദിമ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി തൊട്ട് പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ സമയം ഏകദേശം വൈകിക സമയമാണെന്നൊക്കെ പറയും. എന്നാൽ പർട്ടിക്കുലർ ആയ ഒരു സമയം അവിടെ പറഞ്ഞിട്ടില്ല. ഏതൻ തോട്ടത്തിലേക്ക് കയറി വരുന്ന ദൈവത്തിന്റെ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മാഹാത്മ്യം, തേജസ് ഒക്കെ കടന്നു വരുന്ന ആ സമയം ഏതാണെന്ന് പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ വരവും പർട്ടിക്കുലറായി പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെക്കാൾ ബുദ്ധിയുള്ള വ്യക്തികളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക ഡേ ബൈ ഡേ. അവര് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സമയത്തിൽ തന്നെ ചാടാനും രക്ഷപ്പെടാനും ദൈവത്തിങ്കിൽ അടുത്ത് ചെല്ലുവാനും ഇങ്ങനെ ആളുകൾ വ്യഗ്രത കൂട്ടും. അതുകൊണ്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്: അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അതിലേക്ക് ചാടുവാനായി താല്പര്യപ്പെട്ട് ഒത്തിരി പേർ അവിടെ ഉണ്ട്. അവിടെ കുരുടരുണ്ട്, മുടന്തരുണ്ട്, ക്ഷയരോഗികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ദൈവത്തിന്റെ ഒരു സൗഖ്യം, ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുടുംബവുമായിട്ടൊരു അറ്റാച്ച്മെന്റ്, അവരുടെ സമൂഹവുമായിട്ടൊരു അറ്റാച്ച്മെന്റ് നേടിയെടുക്കുവാൻ വേണ്ടി ഇവർ താല്പര്യപ്പെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവത്തെ കാണുന്നത് ഒരു സൗഖ്യദായകനായ ദൈവത്തെയാണ് കാണുന്നത്. ഇതാ ഒരു ദൂതൻ വന്ന കുളം കലക്കുമ്പോൾ, ആ കുളം കലങ്ങുമ്പോൾ തന്നെ ചാടി രക്ഷപ്പെട്ട് സൗഖ്യപ്പെടുന്ന, സൗഖ്യത്തോട് കടന്നു വരുന്ന അനവധി വ്യക്തികൾ അതുവഴി പോയിട്ടുള്ളതും അനുഭവപ്പെട്ടിട്ടുമുള്ളതാണ്. എന്നാൽ ഒരു വ്യക്തി 38 വർഷമായിട്ട് ഈ കുളക്കരയിൽ കിടക്കുക. ഹല്ലേലൂയ. ഒന്നും രണ്ടും അല്ല, 38 വർഷം. ഹല്ലേലൂയ. ഓരോ നിമിഷവും ഇതിനു വേണ്ടി കാത്തിരിക്കുക. എപ്പോഴാണ് ഈ ദൂതനൊന്ന് വരുന്നത്? താൻ ചാടുവാൻ തുടങ്ങുന്നതിന് മുൻപ് ആളുകൾ അതിനകത്തേക്ക് ചാടി സൗഖ്യം പ്രാപിക്കുന്നത് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി യേശുക്രിസ്തു അവിടേക്ക് വന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി യേശുക്രിസ്തു വന്നു. അവിടെ ഒത്തിരി ക്ഷയരോഗികളുണ്ട്, ഒത്തിരി പാരലൈസ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ഒത്തിരി കുരുടന്മാരുണ്ട്, ചെകിടരുണ്ട്. അവരെ ഒന്നുമല്ല യേശു ലക്ഷ്യമിട്ട് വന്നത്. അവിടെ വന്നത് 38 വർഷമായി ആരൊക്കെയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് മറുപടി തരുവാൻ യേശു അവിടെ വന്നു. ഈ ഞായറാഴ്ച വന്നു സൗഖ്യം പ്രാപിക്കുമെന്ന് കരുതി ഈ ഞായറാഴ്ച സൗഖ്യം പ്രാപിച്ചില്ല. അടുത്ത ഞായറാഴ്ച വന്ന് സൗഖ്യം പ്രാപിക്കുമെന്ന് കരുതി അടുത്ത ഞായറാഴ്ചയും ദൈവം എനിക്ക് സൗഖ്യം തന്നില്ല. ഈ ഞായറാഴ്ച എന്റെ കടഭാരം മാറുമെന്ന് ഞാൻ ഓടി കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നു. ഈ സമയവും അല്ല ദൈവത്തിന്റെ സമയമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ കർത്താവ് പറയുക, ഒരു ദൂതനെ അയച്ചിട്ടല്ല ഞാൻ അങ്ങോട്ട് വരുന്നത്. നിനക്ക് വേണ്ടി ഡയറക്റ്റ് ഇറങ്ങി വരാൻ പോകുകയാണ്. ഒരു രോഗസൗഖ്യമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഡയറക്റ്റ് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരു വലിയ വിടുതലാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് പറയാ, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുകയാണ്. അവിടെ കാണുന്ന ഇങ്ങനെ സൗഖ്യദായകനായ യേശുവിനെ അവിടെ കാണുവാൻ കഴിയും. സൗഖ്യദായകൻ, സൗഖ്യം പകർന്നു കൊടുക്കുന്ന യേശു കർത്താവിനെ അവിടെ കാണുവാൻ കഴിയും. പഴയ നിയമം എടുത്ത് പഠിക്കുമ്പോൾ ഒത്തിരി വിശേഷണങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. അതിന് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. വിശേഷണങ്ങൾ കൊണ്ടുള്ള ദൈവത്തെ കാണുവാൻ കഴിയുന്നു. പലരും പറയും യഹോവയുടെ ജയക്കൊടിയാന്ന് പറയാറുണ്ട്. നിസിയാണെന്ന് പറയാറുണ്ട്, ജൈറയാണെന്ന് പറയാറുണ്ട്. അതോടുകൂടെ തന്നെ
കൂട്ടിയിട്ട് ഇല്ലെങ്കിൽ 7 എന്നുള്ള അക്ഷരം എഴുതിയിട്ട് ദൈവത്തിന്റെ മഹാത്മ്യത്തെ പ്രകടമാക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഏൽ എലോഹിം, ഏൽ ഷദായ്, ഇങ്ങനെ ഒത്തിരി വാക്കുകൾ, പ്രൈസ് ലോ, ഏൽ റോയ് എന്നൊക്കെ പറയുന്ന അനവധി വാക്കുകൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോ. എന്നാൽ ഇങ്ങോട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ യേശു ക്രിസ്തുവിന്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്, ഹി ഈസ് എ ഹീലർ. പ്രൈസ് ലോ. അവൻ സൗഖ്യദായകനാണ്. ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു അതത് സമയത്ത് വേണ്ടി എപ്പോഴാണ് കർത്താവ് എന്റെ രോഗസൗഖ്യം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയും, ഇന്ന് പകൽ അത് നീ നിവർത്തിക്കാൻ പോകുകയാണ്. പ്രൈസ് അല്ലോ, ഹല്ലേലൂയ. ദൈവദാസന്മാർ എന്നില്ല, വിശ്വാസികൾ എന്നില്ല, ആദ്യം വന്നവരെന്ന് അവസാനം വന്നവരെന്നൊന്നുമില്ല. പ്രൈസ് അല്ലോ. കുഞ്ഞുങ്ങൾ എന്നില്ല, യൗവനക്കാരെന്നില്ല. പ്രൈസ് അല്ലോ. വാർദ്ധക്യമുള്ളവര്, ചേറിലിരിക്കുന്നവർ, അങ്ങനെയൊന്നുമില്ല. പ്രൈസ് അല്ലോ. ആരാണോ വാഞ്ചിച്ചിരിക്കുന്നത്, 38 വർഷമായി ആരാണോ ദാഹിച്ച് നടക്കുന്നത്, എനിക്കൊരു രോഗസൗഖ്യം വേണം, എന്റെ കുടുംബത്തിനൊരു വലിയൊരു മാറ്റം വേണമെന്ന് ആരാണോ കരയുന്നത്, ആത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ദൂതന് വേണ്ടിയല്ലേ നീ വെയിറ്റ് ചെയ്യുന്നത്, ഇന്ന് പകൽ ഞാൻ ഡയറക്റ്റ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുക. ചിലരുടെ മൺകുടാരങ്ങളെ നോക്കി പറയുന്നു, ഞാൻ ഡയറക്റ്റ് ഇറങ്ങി വരാൻ പോകുകയാ. ചിലരുടെ മൺകുടാരങ്ങളെ കർത്താവ് നോക്കി പറയുന്നു, നിന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇറങ്ങി വരാൻ സമയമായി. ആരൊക്കെ രേഖകൾ എഴുതി വെച്ചാലോ, ആരൊക്കെ തള്ളി നീക്കി മാറ്റി വെച്ചാലോ, ആരൊക്കെ കാലത്തിന്റെ മുൻപേ പോകുമെന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി വെച്ചാല്, ആത്മാവ് പറയുക, ഞാൻ ഡയറക്റ്റ് ഇറങ്ങി വരാൻ പോകുകയാ. ചില കുടുംബത്തിലേക്ക് ഞാൻ നോക്കി പറയുകയാ, ചില കുടുംബത്തിലേക്ക് ഞാൻ പറയുകയാ, ഇതാ കർത്താവ് ഇറങ്ങി വരുവാൻ സമയമായി. അത് എന്നോട് തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വെളിപ്പെടുവാൻ സമയമായി. കർത്താവിനെ ഇറങ്ങി വരുവാൻ സമയമായി. മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. മനുഷ്യൻ ചിന്തിക്കും, ഇപ്പോളാണ്. എന്നാൽ കർത്താവ് പറയുകയോ, നീ ദൈവസന്നിധിയിൽ അകന്നു മാറിയാല് നിന്റെ മക്കളെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. മനസ്സിലായില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമുണ്ട്. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ. പ്രിയ ജെയിംസ് പാസ്റ്റർ പറഞ്ഞതാ, കോരഹ് പുത്രന്മാർ, പ്രൈസ് അല്ലാഹ്, കോരഹ് ദൈവത്തെ മറന്നുപോയപ്പോൾ, ദൈവസന്നിധി വിട്ടുപോയപ്പോൾ, പ്രൈസ് അല്ലാഹ്, അവരുടെ പുത്രന്മാർ ദൈവത്തോട് കരഞ്ഞപ്പോൾ, ഇത് അവർക്ക് വേണ്ടി വഴികൾ തുറന്നെങ്കിൽ, അവർക്ക് വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നെങ്കിൽ, പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം, പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, വന്ന പാസ്റ്റർമാരൊക്കെ നല്ല കർത്താവിന് വേണ്ടി എരിവുള്ളവരാണ്. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള ദേവദാസന്മാർക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ മക്കളെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ രീതിയിലാണെങ്കിലും കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങളെ വിട്ടുകൊടുത്ത്, കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കി കൊടുത്ത്, പ്രൈസ് അല്ലാഹ്. പ്രിയ അങ്കിളുമാരെ, കർത്താവിന് വേണ്ടി മക്കളെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വിട്ടില്ലേ? ഇതാ കർത്താവ് പറയാം, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വരും, നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതാ സർവശക്തനായ ദൈവം പറയുക, ഞാൻ ഇറങ്ങി വരാൻ പോകുകയാ. നീ ചോദിക്കുന്നതിലും നിന്നയിക്കുന്നതിലും അത്യന്തം പരമായി. അത് ചിലരോട് സംസാരിക്കുന്നുണ്ട്. കർത്താവേ, ഞാൻ പൊലിഞ്ഞു പോയാലും എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി, ഞാൻ നശിച്ചു പോയാലും എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുവാൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പോരാളി എങ്ങനെയാണോ അപ്പോസ്തലനായ പൗലോസ് അതാണ് രേഖപ്പെടുത്തുന്നത്, പോരാളി എങ്ങനെയാണോ അതുപോലെയാണ് ക്രിസ്തീയ ഭടന്മാർ. പ്രൈസ് അല്ലാഹ്. അതുപോലെയാണ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം. ഏത് സമയത്തൊന്നില്ലാതെ കാഹളത്തിന്റെ ധ്വനി എപ്പോഴാണ് കേൾക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് പോലെ, നാളെ എന്ത് നടക്കും, നാളെ എന്ത് സംഭവിക്കും, ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്തതുപോലെ ഇതാ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുവാൻ, അനേക കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുവാൻ, അനേകർ ദൈവത്തെ കാണുവാൻ, അനേകർ ദേശത്തിൽ സാക്ഷികളാകുവാൻ. അവിടെ കാണുന്നത് ഇങ്ങനെ, യേശു അടുത്തു വന്നു.
അവരോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിനക്ക് മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനസ്സുള്ളവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്റെ കിടക്കയെടുത്ത് എഴുന്നേൽക്കാം. നിന്റെ കിടക്കയെടുത്ത് രണ്ട് ഭാഗമാണ് ഞാൻ ചിന്തിക്കുവാൻ പരിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യമാണ് എഴുന്നേൽക്കണം. രണ്ട്, നിന്റെ കിടക്ക എടുക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്ന്, നീ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, എഴുന്നേൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ആത്മീകമായി തന്നെ ചിന്തിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി കർത്താവേ ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, കർത്താവ് അവരോടുള്ള ദൂതായി കൈമാറ്റം ചെയ്യുക. നീ എഴുന്നേൽക്കുവാൻ സമയമായി. Praise God. Hallelujah. Hallelujah. നീ എഴുന്നേറ്റാൽ നിന്റെ സാക്ഷ്യവുമായി നീ നടക്കാൻ പോകുകയാ. ദേശമെമ്പാടും നിന്റെ സാക്ഷ്യം കൊണ്ട് നീ നടക്കാൻ പോകുകയാ. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. നിന്റെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നത് പോലെ, നിന്റെ അനുഭവം മറ്റൊരു അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ, നമ്മുടെ സാക്ഷ്യം ദേശത്തിൽ വിളങ്ങുവേണ്ടുന്നതിന് നമ്മുടെ സാക്ഷ്യം ഒരിക്കലും നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ സാക്ഷ്യമല്ലേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, നിനക്ക് തന്നിട്ടുള്ള അനുഭവങ്ങൾ പ്രൈസ് ദി ലോർഡ് ഒരു ചെറുതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ ഭാഗത്തേക്ക് വരുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അനുഭവങ്ങളും പ്രൈസ് ദി ലോർഡ്, അതിന് കർത്താവ് ഒരുക്കിയത് ഒരു ചെറുതല്ല. അത് പറഞ്ഞാൽ അനേക പേർ കർത്താവിനെ കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാമെന്നുള്ള ആഹ്വാനം പറഞ്ഞു. ധാരാളമായിട്ട് അനുഗ്രഹിക്കും.